നാരായണായ നമയെന്നുള്ള മന്ത്രപദമാരെങ്കിലും ജപതു ചേരും മുകുന്ദപദം. തീരാത്ത സംസൃതി വിഷം തീരുമെന്നറിക മാലോകരേ ജപത നാരായണായ നമാം. പിതാമഹ, എന്തുകൊണ്ടാണ് വിദ്വാൻമാര് ധർമ്മത്തെയും ക്ഷമയും പ്രജ്ഞാശക്തിയും ഒക്കെ ഇങ്ങനെ വാനോളം പുകഴ്ത്തുന്നത്? ഈ വിഷയത്തിൽ അങ്ങയുടെ അഭിപ്രായം എന്താ? പണ്ടൊരിക്കൽ സത്യസ്വരൂപനായ ഒരു പ്രജാപതി ഹംസപക്ഷിയുടെ രൂപം ധരിച്ചിട്ട് സിദ്ധന്മാരുടെ ലോകത്ത് പോവുകയുണ്ടായി. ഈ സിദ്ധന്മാരുടെ ഇടയിൽപ്പെട്ട ഈ അരണ്യത്തിനോട് സിദ്ധന്മാര് ഒരു ചോദ്യം ചോദിച്ചു. ഈ മോക്ഷധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ എന്നാണ് ചോദ്യം. ദേവന്മാരെ, ഈ സുഖദുഃഖാദികൾ അവയാണ് ഈ ഹൃദയഗ്രന്ഥിക്കുള്ള ഹേതു. ഈ ദ്വന്ദ്ങ്ങളെ നിശേഷം നിഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ഹൃദയഗ്രന്ഥി താനേ പൊട്ടിക്കൊള്ളും. മുമുക്ഷു ആയ ഒരാളുടെ ഹൃദയഗ്രന്ഥി അവശ്യം പൊട്ടിയിരിക്കുക തന്നെ വേണം. അത് കഴിഞ്ഞിട്ട് തപസ്, ദമം, സത്യം, ആത്മജ്ഞാനം ഇങ്ങനെയുള്ള സംസ്കാരങ്ങളെ വളർത്തണം. അവനവൻ്റെ വാക്കുകൾ എപ്പോഴും സത്യമായിരിക്കണം. സത്യമായിരുന്നാൽ മാത്രം പോരാ, കേൾക്കുന്ന ആൾക്ക് അത് ഹിതകരവും പ്രിയവുമായി ഭവിക്കണം. കേൾക്കുന്ന ആൾക്ക് അവരുടെ മനസ്സിൽ പ്രീതിയല്ലാണ്ട് മറ്റ് ഒരു വികാരവും ഉണ്ടാവാൻ ഇടവരാത്ത വാക്കുകളായിരിക്കണം ഉച്ചരിക്കേണ്ടത്. അതേ സമയത്ത് അത് സത്യമായിരിക്കുകയും വേണം. തൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ ക്ഷോഭിപ്പിക്കുകയോ ചെയ്യരുത്. അതുമാത്രമല്ല, മറ്റുള്ളവരിൽ നിന്നും തങ്ങൾക്ക് ഏൽക്കേണ്ടി വരുന്ന ക്ലേശങ്ങളെയും ഉപദ്രവങ്ങളെയും യാതൊരു അവലാതിയോ വെറുപ്പോ കൂടാണ്ട് പൊറുക്കാനും പഠിക്കണം. കാമം, ക്രോധം, ലോഭം എന്നിങ്ങനെയുള്ള 3 വികാരങ്ങളോളം പാപം പേറുന്ന പ്രവർത്തികൾ വേറെ ഇല്ല. ഇതൊക്കെ അല്പം പോലും അവശേഷിക്കുന്ന ഒരു മുമുക്ഷുവിന് ഒരിക്കലും ഉയർച്ച ഉണ്ടാവാൻ പോണില്ല. ഇതിനെയെല്ലാം നിശേഷം മനസ്സിൽ നിന്ന് കളയാൻ പഠിക്കണം. തപസ്സുകൊണ്ട് കാമത്തെയും, ദമം കൊണ്ട് ക്രോധത്തെയും, ആത്മജ്ഞാനം കൊണ്ട് ലോഭത്തെയും നിശേഷം ജയിക്കുക തന്നെ വേണം. തൻ്റെ കാരണം കൊണ്ട് ലോകത്തിലെ ഒരു ജീവിക്കും അനിഷ്ടമായിട്ടുള്ള ഒന്നും സംഭവിക്കരുത്. അതുപോലെ നേരിടുന്ന ഒരു ഭാവം കൊണ്ടും താൻ ശോഭിക്കാനോ വെറുക്കപ്പെടാനോ ഇടവരരുത്. അതുകൊണ്ട് മുമുക്ഷു എപ്പോഴും ബാഹ്യ ആഭ്യന്തര കരണങ്ങളെ അടച്ച് ശാന്തനായിരിക്കാൻ പഠിക്കണം. പുറമേന്ന് എന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും അതിലൊന്നും വഴിപ്പെടാൻ പോകരുത്. സജ്ജനങ്ങളായിട്ട് മാത്രമേ മുമുക്ഷു കൂട്ടുകൂടാൻ പാടുള്ളൂ. ആരോടുകൂടി സഹകരിക്കുന്നുവോ അവരുടെ സംസ്കാരം കാലം കൊണ്ട് നമ്മളിലും വന്നു ഭവിക്കും. അതുകൊണ്ട് സഹവാസത്തിൽ മുമുക്ഷു പ്രത്യേകം സൂക്ഷിക്കണം. ഒരു മനുഷ്യന് ഏത് സംസ്കാരമായാലും ശരി, അത് തന്നിൽ വളർത്താനും അതുവഴി താൻ ആരാവണോ അതാവാനും കഴിയും. അജ്ഞാനം കൊണ്ട് മൂടപ്പെട്ടതാണ് ഈ ലോകം. ഈ മാത്സര്യം കൊണ്ടാണ് ലോക തത്വം തന്നെ പ്രകാശിക്കാത്തത്. ലോഭം കൊണ്ടും മറ്റുള്ളവരുടെ സഹായം കൊണ്ടും വിഷയസംഗമം കൊണ്ടും സ്വർഗാനുഭൂതിയിൽ നിന്നും ഓരോ ജീവനും മുക്തിക്കുള്ള വഴി തുറക്കുന്നു. അതുകൊണ്ട് ജ്ഞാനമാണ് എല്ലാത്തിലും വലുത്. ജ്ഞാനി എപ്പോഴും സംതൃപ്തനാണ്. ഈ ലോകത്തിൽ മറ്റൊന്നിൻ്റെയും അപേക്ഷയില്ലാണ്ട് സുഖിക്കുകയും അടങ്ങിയിരിക്കുകയും ഒരിക്കലും ദുർബലനാവാതിരിക്കുകയും ആരുടെയും ആക്ഷേപത്തിന് പാത്രമാവാണ്ടിരിക്കുകയും ചെയ്യുന്നത് ജ്ഞാനി മാത്രമാണ്. ജ്ഞാനിക്ക് മാത്രമേ അങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ ലോകത്തിൽ എപ്പോഴും സംതൃപ്തനും കൃതാർത്ഥനും ബലവാനും ആയിട്ടിരിക്കുന്നത് ജ്ഞാനി മാത്രമാണ്. അതിനാൽ അദ്വൈതവും പരമസത്യമായ ജ്ഞാനം സമ്പാദിക്കലാണ്
ജീവിത ലക്ഷ്യമായിട്ട് നമ്മൾ കാണേണ്ടത്. ഈ ജ്ഞാനം കൊണ്ട് ജീവൻ ധന്യനും കൃതാർത്ഥനും ആയിത്തീരും. അതിനാൽ അപ്രകാരമുള്ള പരമജ്ഞാനം തന്നെയാണ് ഈ മോക്ഷധർമ്മം എന്ന് പറയുന്നത്. ഇങ്ങനെ സിദ്ധന്മാരെയൊക്കെ ഉപദേശിച്ചിട്ട് ആ ഹംസം പറന്നുപോയി. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.